Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പുതുഞായർ. മാർത്തോമ നസ്രാണികളായ നമ്മെ സംബന്ധിച്ച് വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമ സ്ലീഹ ഉദ്ധിതനായ മിശിഹായിലുള്ള വിശ്വാസം മാർ വാലാഹ് എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രഘോഷിച്ച ഏറ്റുപറഞ്ഞ ദിവസത്തിന്റെ ഓർമ്മ ആചരിക്കുന്ന ദിനമാണിന്ന്. നമ്മുടെ സഭയിൽ മാത്രമല്ല, പാശ്ചാത്യ പൗരസ്ത്യ സഭകളിലെല്ലാം ഉത്ഥാനത്തിന്റെ 8-ാം ദിവസമായി ഇന്ന് അനുസ്മരിക്കുന്നത് ഉദ്ധിതനായ മിശിഹ സവിശേഷമാമിതം മാർത്തോമാ സ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണല്ലോ ഈ രംഗം നമ്മൾ കാണുന്നത്. സുവിശേഷത്തിലുടനീളം എന്താണ് സ്ലീഹ ചെയ്യുന്നത് എന്ന് യോഹന്നാന്റെ ലേഖനത്തിന്റെ 1-ാം ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് സ്ലീഹ വിവരിക്കുന്നുണ്ട്. അതേ യോഹന്നാൻ തന്നെയാണല്ലോ സുവിശേഷം രേഖപ്പെടുത്തുന്നത്. ആദ്യ വായനയിൽ, പുതിയ നിയമത്തിലുള്ള ആദ്യ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടതും വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിലെ ആദ്യ വാക്യങ്ങളാണ്. അവിടെ യോഹന്നാൻ സ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്: ഞങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സ്വന്തം ചെവികൾ കൊണ്ട് കേട്ടതും സ്വന്തം കൈകൾ കൊണ്ട് സ്പർശിച്ചനുഭവിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ജീവൻ പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ സ്ലീഹന്മാരുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനം മിശിഹായിക്ക്, ഉദ്ധിതനായ മിശിഹായിക്ക് സ്ലീഹന്മാർ നൽകിയ ആ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് യോഹന്നാൻ സ്ലീഹ അവിടെ വ്യക്തമാക്കുന്നത്. ഉദ്ധിതനായ മിശിഹ, അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത പ്രത്യക്ഷപ്പെട്ട ജീവന്റെ വചനമായ മിശിഹായുമായുള്ള വളരെ വ്യക്തിപരമായ അനുഭവമാണ് ഈ പ്രഘോഷണത്തിന്റെ ബലം എന്നാണ് സ്ലീഹ അവിടെ പറയുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തിയെ നമ്മൾ അറിയുമ്പോൾ വ്യക്തിയുമായുള്ള ബന്ധത്തിന്റെ സാധ്യതകള് കാഴ്ചയിലൂടെ, ശ്രവണത്തിലൂടെ, സ്പർശനത്തിലൂടെയൊക്കെയാണ്. നമുക്കൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നതിന്, കണ്ടുമുട്ടുന്നതിന്, അനുഭവിക്കുന്നതിനൊക്കെയുള്ള സാധ്യതകൾ ഇത് മൂന്നുമാണ്. നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ സ്പർശനവും ഒക്കെയാണ്. ഈ 3 സാധ്യതകളെ കുറിച്ചുമാണ് സ്ലീഹ പറയുന്നത്. ഈ 3 കാര്യങ്ങളും മനുഷ്യനായി അവതരിച്ച ഈശോയെ പരസ്യയുഗ കാലത്ത് സ്ലീഹന്മാരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനം ഇത് 3ഉമായിരുന്നു. നിരന്തരമായി ഈശോയെ കേൾക്കുന്നതിന്, ഈശോയെ കാണുന്നതിന്, ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിന് വിളിക്കപ്പെട്ടവരായിരുന്നല്ലോ ഈ സ്ലീഹന്മാർ. വീണ്ടും ഉത്ഥാനത്തിന് ശേഷം, മരണത്തിന് ശേഷം ഉത്ഥാനം ചെയ്ത ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴും ഈ 3 തരത്തിലുള്ള അനുഭവങ്ങളും അവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഈശോ അവരോട് സംസാരിക്കുന്നുണ്ട്, അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. താൻ തന്നെയാണ്, കുരിശിൽ മരിച്ചവൻ തന്നെയാണ് താനെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി തന്റെ ആ മുറിപ്പാടുകള് കരങ്ങളിലെയും പാദങ്ങളിലെയും, പിന്നെ യോഹന്നാന്റെ വിവരണമനുസരിച്ച് അവിടുത്തെ പാർശ്വത്തിലെയും മുറിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും സന്തോഷാധിക്യത്താൽ വിശ്വസിക്കുവാൻ മടിക്കുന്ന അവരോട് അവരുടെ മുൻപിൽ വെച്ച് അവിടുന്ന് ഭക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരിൽ നിന്ന് വാങ്ങുന്ന വറുത്ത മീൻ അവിടുന്ന് ഭക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം സത്യമായി അവിടുന്ന് ഉത്ഥാനം ചെയ്തു. ഈ ഉത്ഥാനം ചെയ്തവൻ, കുരിശിൽ മരിച്ചവൻ തന്നെയാണ്. ആ പീഡാസഹനത്തിന്റെ അടയാളങ്ങളോടുകൂടി തന്നെയാണ് താൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തന്റെ ശരീരം, താൻ മനുഷ്യാവതാരത്തിൽ സ്വീകരിച്ച ആ ശരീരം തന്നെയാണ് ഉത്ഥാനത്തിലുമുള്ളത് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയായിരുന്നു. പക്ഷെ ആ ഉത്ഥാനത്തിന് രൂപാന്തരീകരണം സംഭവിച്ചിരുന്നു. മനുഷ്യ ശരീരത്തിനുള്ള പരിമിതികള്, സ്ഥലകാല പരിമിതികൾ അവിടത്തേക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്ലീഹന്മാർ യഹൂദരോടുള്ള ഭയനിമിത്തം കതകുകൾ അടച്ച് അകത്തിരിക്കുമ്പോഴാണല്ലോ അവർക്ക് മധ്യേ ഈശോ വന്നു നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ പ്രത്യക്ഷീകരണം തന്നെ, കഥകൾ അടച്ചിരിക്കുക അവർക്ക് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുന്നത്, ഈ മതിലുകളെയും കഥകളെയും ഒക്കെ അതിജീവിക്കുവാൻ സാധിക്കുന്ന, അവയിലൂടെ എല്ലാം കടന്നു പോരാൻ സാധിക്കുന്ന ആ ഒരു രൂപാന്തരീകരണം അവിടുത്തെ ശരീരത്തിന് സാധിച്ചിരുന്നു. അതായിരുന്നു ഉദ്ധിത ശരീരത്തിന്റെ പ്രത്യേകത. പക്ഷെ അതേസമയം തന്നെ അത് യാഥാർത്ഥ്യമായിരുന്നു, റിയൽ ആയിരുന്നു അവിടുത്തെ ശരീരം. ആ ഒരു വാസ്തവികത, അതിന്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് തന്റെ മുറിവുകളും തന്റെ മുറിവേറ്റ പാർശ്വവും ഉദ്ധിതനായ മിശിഹ ശിഷ്യന്മാരെ കാണിക്കുന്നത്.
ഉത്ഥാനത്തിന്റെ ദിവസം ശിഷ്യന്മാർ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ യോഹന്നാന്റെ വിവരണം അനുസരിച്ച് തന്നെ അവിടെ തോമ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. ധൈര്യശാലിയായിരുന്നു തോമാ സ്ലീഹ. മിക്കവാറും ഈ ശിഷ്യ സ്ലീഹന്മാരുടെ സമൂഹത്തിനു വേണ്ടി ആവശ്യമായവ വാങ്ങിക്കുവാൻ പുറത്തു പോയതാകണം. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ സ്ലീഹന്മാർ പറയുകയാണ്, ഈശോ ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ അവനെ കണ്ടു, അവന്റെ കൈകളിലെ മുറിവുകൾ ഞങ്ങളെ കാണിച്ചു, പാർശ്വം ഞങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതും ഈ ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടു, ഞങ്ങൾ അവനെ കേട്ടു, അവന് മുറിവുകൾ കണ്ടു എന്നെല്ലാം പറഞ്ഞപ്പോൾ യഥാർത്ഥമായ അനുഭവം അവർക്കുണ്ടായി. ഒരു റിയൽ എൻകൗണ്ടർ അവിടെ നടന്നു എന്ന് അവർ പറയുകയായിരുന്നു. യൂദയായിലേക്ക് ഈശോ പോകുവാൻ ഒരുങ്ങുമ്പോൾ, ലാസറിനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ഉയർപ്പിക്കുവാൻ വേണ്ടി പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ മറ്റ് ശിഷ്യന്മാർ മടിച്ചു നിന്നപ്പോഴും പോകാം അവനോട് മരിക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ടിറങ്ങിയ ആ സ്ലീഹ ഇല്ലാതിരുന്ന സമയത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് തോമായ്ക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് തോമാ സ്ലീഹ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. വാശി പിടിക്കുകയാണ് തോമാ സ്ലീഹ. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവന്റെ മുറിവുകൾ എനിക്കും കാണണം. കണ്ടാൽ മാത്രം പോരാ, ഒരു പരിധി കൂടി കടന്ന് കാഴ്ചയിലും കേൾവിയിലും മാത്രമുള്ള അനുഭവമല്ല, എനിക്ക് അല്പം കൂടി വ്യക്തിപരമായ അനുഭവം ഉണ്ടാകണം. എനിക്ക് അവനെ സ്പർശിക്കണം, അവന്റെ കൈകളിലെ മുറിവുകളിൽ എനിക്ക് കൈവിരലിടണം, കൈവയ്ക്കണം, അവന്റെ പാർശ്വത്തിൽ എനിക്ക് കൈവയ്ക്കണം, മുറിവേറ്റിടത്ത് എനിക്ക് കൈവയ്ക്കണം. ഒരു സ്പർശനത്തിന്റെ അനുഭവം കൂടി. സ്ലീഹന്മാർക്ക് മറ്റുള്ളവർക്ക് കാഴ്ചയും കേൾവിയിലൂടെയുമുള്ള അനുഭവമാണ് ഉണ്ടായതെങ്കിൽ എനിക്ക് അവനെ സ്പർശിക്കണം, ഒരല്പം കൂടി ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്നാണ് ഈ സ്ലീഹ വാശി പിടിക്കുന്നത്. 8 ദിവസത്തിന് ശേഷം വീണ്ടും, അത് ഉത്ഥാനത്തിന്റെ അനുസ്മരണം നടത്തിയിരുന്ന ഞായറാഴ്ച ദിവസം തന്നെയാണല്ലോ, ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. തോമായുടെ ഈ ആഗ്രഹം അറിഞ്ഞിരുന്ന ഈശോ തോമ അപ്പോൾ പറയാതെ തന്നെ മുൻപോട്ട് വിളിക്കുകയാണ്, നീ വന്ന് കാണുക, ഇത് ഞാൻ തന്നെയാണ്, എന്റെ മുറിവുകൾ, കരങ്ങളിലെ മുറിവുകൾ കാണുക, പാർശ്വം കാണുക, നിന്റെ കൈവയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാസ് ലീഹായുടെ ആ ശാഠ്യത്തിന് സ്വയം വിട്ടുകൊടുക്കുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ ശുദ്ധ മനസ്ഥിതി, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആഴം, മിശിഹായോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന വാശിയായിരുന്നു തോമാസ് ലീഹായുടേതെന്ന് മനസ്സിലായിരുന്നത് കൊണ്ടാണ് ഈശോ തോമാസ് ലീഹായുടെ ആഗ്രഹത്തിന്, ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ഉദ്ധിതനായ ഈശോ തന്റെ പാർശ്വം, മുറിവേറ്റ പാർശ്വം അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്റെ കൈകളും കാലുകളും അവർക്ക് കാണിച്ചു കൊടുത്തത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ പാർശ്വത്തിന് പരമപ്രധാനമായ സ്ഥാനമുണ്ട്. 19-ാം അധ്യായത്തിൽ ഈശോ കുരിശിൽ മരിക്കുമ്പോൾ പടയാളികൾ ഒരുവൻ അവിടുത്തെ പാർശ്വത്തിൽ കുത്തുമ്പോൾ അവിടെ നിന്ന് ജലവും വെള്ളവും പുറപ്പെടുന്നത് അത് കണ്ട ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവത്തിന്റെ പ്രാധാന്യം, ആ സാക്ഷ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യോഹന്നാൻ സ്ലീഹ ഗ്രന്ഥകർത്താവ് നൽകുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈശോയുടെ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ ജലവും രക്തവും സൂചിപ്പിക്കുന്നത് മാമോദീസായെയും പരിശുദ്ധ കുർബാനയുമാണ്, സഭയുടെ പ്രാരംഭ കൂദാശകളെയാണ്, സഭയുടെ തന്നെ ജന്മത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അപ്രയം മുതലുള്ള പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് നമുക്കറിയാം. ഈശോയുടെ ഈ പാർശ്വത്തിൽ നിന്നാണ് സഭ ജനിക്കുന്നത്, ഈ വിശ്വാസം ജനിക്കുന്നത് അവിടെ നിന്നാണ്. വിശ്വാസത്തിന്റെ പ്രാരംഭ കൂദാശകളായ മാമോദീസായും പരിശുദ്ധ കുർബാനയെയും ഈ ജലവും രക്തവും സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. ഈശോയുടെ പാർശ്വം, ഇതിനു മുൻപും 13-ാം അധ്യായം 25-ാം വാക്യത്തിൽ അന്ത്യത്താഴ വേളയിൽ ഈ പാർശ്വത്തിലാണ് യോഹന്നാൻ സ്ലീഹ ചേർന്നിരുന്നത്. അവിടുത്തെ വക്ഷസോൾ ചാരിയിരുന്ന സ്ലീഹായെ നമ്മൾ 13-ാം അധ്യായത്തിൽ അന്ത്യത്താഴ വേളയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈശോയോടുണ്ടായിരുന്ന ആ ബന്ധം, യോഹന്നാൻ സ്ലീഹായ്ക്കുണ്ടായിരുന്ന ആ ബന്ധം, ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ആ മാറിൽ ചാരിയിരിക്കുന്ന സ്ലീഹായിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കുഞ്ഞമ്മയോട് ചേർന്നിരിക്കുന്നത് പോലെ, മാറിൽ ചേർന്നിരിക്കുന്നത് പോലെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന സ്ലീഹ. ഈ ബന്ധത്തിനും വേറൊരു മുൻരൂപം 1-ാം അധ്യായം 18-ാം വാക്യത്തില് പിതാവായ ദൈവവുമായിട്ട് ഈശോയ്ക്കുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ, മനുഷ്യനായി തീർന്ന വചനമായ ആദ്യം മുതലേ പിതാവിനോടുകൂടിയുള്ള ദൈവം തന്നെയായ ഈ വചനം മനുഷ്യരൂപമെടുത്തവന് പിതാവിനോടുള്ള ബന്ധത്തെക്കുറിച്ച് 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുമ്പോഴും സമാനമായ ഭാഷയാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവിന്റെ വക്ഷസിൽ, പിതാവിന്റെ മാറിൽ, പിതാവിന്റെ മടിയിൽ, പിതാവിന്റെ ഹൃദയത്തിൽ പിതാവിനോട് ചേർന്നിരിക്കുന്ന ഏകജാതനായ പുത്രൻ തന്നെയാണ്
അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിതാവായ ദൈവവും ഈശോയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ മാതൃകയിലാണ് യോഹന്നാനും ഈശോയും തമ്മിൽ ഈശോയോട് യോഹന്നാൻ ഉണ്ടായിരുന്ന ബന്ധം. അപ്പോൾ 1:18 മാതൃകയിലാണ് 13-ാം അധ്യായം 25-ാം വാക്യത്തിൽ യോഹന്നാന്റെ ബന്ധം നമ്മൾ കാണുക. തോമാസ് ലീഹ ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. എനിക്കും യോഹന്നാൻ സ്ലീഹായ്ക്ക് ഈശോയോടുള്ള ആ ബന്ധം തന്നെ, പിതാവായ ദൈവത്തോട് പുത്രനുള്ള ആ ബന്ധം തന്നെ എനിക്ക് ഈശോയോടും ഉണ്ടാകണം. എനിക്കും അവന്റെ പാർശ്വത്തിൽ സ്പർശിക്കണമെന്ന് പറയുമ്പോൾ ആ മുറിവിൽ കൈയിടണമെന്നുള്ളതല്ല, അത്രയും അടുത്ത ബന്ധം ഈശോയോട് ഉണ്ടാകണം. അത് യോഹന്നാൻ ഉണ്ടായിരുന്ന ബന്ധത്തെക്കാൾ അല്പം കൂടി വ്യക്തിപരമായിട്ട് അടുത്ത ബന്ധമുണ്ടാകണം, ഇന്റിമേറ്റ് ആയിട്ടുള്ള ബന്ധമുണ്ടാകണമെന്നായിരുന്നു തോമാസ് ലീഹ ആഗ്രഹിച്ചത്. സുവിശേഷകൻ തോമാസ് ലീഹ ഈശോയുടെ ആഹ്വാനമനുസരിച്ച് കൈകൾ മുറിവിൽ വെച്ചോ പാർശ്വത്തിൽ വെച്ചോ എന്നൊന്നും പറയുന്നില്ല. ഇത് പറഞ്ഞു കഴിയുമ്പോൾ, ഈശോയെ കണ്ടു കഴിയുമ്പോൾ, ഈശോ ഉദ്ധിതനായ മിശിഹായെ കണ്ടു കഴിയുമ്പോൾ തോമാസ് ലീഹ എല്ലാം മറന്ന് വിളിച്ചു പറയുകയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവും. സഭാപിതാക്കന്മാർ പറയുന്നത് പത്രോസ് ലീഹ നടത്തിയ ആ വിശ്വാസ പ്രഖ്യാപനം, നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനവും, യോഹന്നാന സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് മർത്ത നടത്തുന്ന ആ വിശ്വാസ പ്രഖ്യാപനം, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന മിശിഹ നീ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് മർത്ത ഏറ്റു പറയുന്നുണ്ടല്ലോ ലാസറിനെ ഉയർപ്പിക്കുന്ന സന്ദർഭത്തിൽ. ഈ വിശ്വാസ പ്രഖ്യാപനത്തെക്കാൾ എല്ലാം ശ്രേഷ്ഠമായ വിശ്വാസ പ്രഖ്യാപനമാണ് ഈശോയെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റു പറയുന്നത്. കാരണം പഴയ നിയമത്തിലെ ദൈവത്തിന് ഉപയോഗിക്കുന്ന 2 പേരുകളാണ് യാഹ്വേ എലോഹിം, കർത്താവും ദൈവവും. ദൈവത്തെ സൃഷ്ടാവായ പരിപാലകനായ ഇസ്രായേലിന്റെ സംരക്ഷകനായ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 2 പദങ്ങളാണ്. സങ്കീർത്തനം 35:23 വാക്യത്തില് നമ്മൾ കാണുന്നുണ്ടല്ലോ, അവിടെ സങ്കീർത്തകൻ ദൈവത്തെ വിളിക്കുന്നത് എന്റെ കർത്താവും എന്റെ ദൈവവും എന്നാണ്. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതേ ശൈലിയിൽ തന്നെയാണ് ഇവിടെയും തോമാസ് ലീഹ പറയുന്നത്, നീ എന്റെ കർത്താവും എന്റെ ദൈവവുമാണ്. പഴയ നിയമത്തിലെ ദൈവം, സൃഷ്ടാവായ ദൈവം, അബ്രാഹത്തെ വിളിച്ച ദൈവം, ഇസ്രായേലിനെ നയിച്ച ദൈവം, ആ ദൈവം തന്നെയാണ്, പഴയ ഉടമ്പടി ചെയ്ത ആ ദൈവം തന്നെയാണ് നീ. ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത് ഒരു പടി കൂടി കടന്നിട്ട് പത്രോസ് ലീഹ പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് പറഞ്ഞെങ്കിൽ നീ ആ ദൈവം തന്നെയാണ് എന്ന് അത്ര ആഴമുള്ള വിശ്വാസ പ്രഖ്യാപനമായിരുന്നു തോമായുടേത്. തോമാസ് ലീഹായുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഈശോ എന്തിനു വേണ്ടിയാണ് ഈ അനുഭവം, ഈ അനുഭവത്തിന് അനുവദിച്ചു നൽകിയത് എന്നുള്ളതും ഈശോ തന്നെ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എങ്ങനെയാണ് കാണാതെ വിശ്വസിക്കുന്നത്? കണ്ടവരുടെ സാക്ഷ്യത്തിലൂടെയാണ്. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം ആദ്യ ഭാഗത്ത് പറയുന്നത് നമ്മൾ കേട്ടല്ലോ, ഞങ്ങൾ കണ്ടു, കേട്ടു, അനുഭവിച്ചറിഞ്ഞു, അത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ശ്ലീഹ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ ഈശോയോടും പിതാവിനോടുമാണ്. അങ്ങനെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ് പ്രഘോഷിക്കുന്നതാണ് പറയുന്നത്. സ്ലീഹന്മാരുടെ പ്രഘോഷണത്തിലൂടെ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് ലോകം മുഴുവനും വരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഉദ്ധിതനായ ഈശോ ലോകം മുഴുവനും പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്തത്. തന്നെ പീഡിപ്പിച്ചവരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട് താൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നത് കാണിക്കുകയല്ല ചെയ്തത്. താൻ തിരഞ്ഞെടുത്ത സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുകയായിരുന്നു. സത്യമായും താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിദ്ര ചെയ്തവരിൽ നിന്നുള്ള ആദ്യ ഫലമാണ് താൻ. ഇനിയും തന്നിൽ വിശ്വസിക്കുന്നവർ പ്രവേശിക്കുന്നത് ഈ ജീവനിലേക്ക് തന്നെയാണ് എന്നുള്ള സത്യം, അത് ഈ സ്ലീഹന്മാരിലൂടെ ലോകം മുഴുവൻ എത്തിക്കാനായിരുന്നു അവിടുത്തെ പദ്ധതി. അതുകൊണ്ടാണല്ലോ നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയിൽ 17-ാം അധ്യായം 20-ാം വാക്യത്തിൽ യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, സ്ലീഹന്മാരുടെ പ്രഘോഷണം വഴി, അവരുടെ വാക്കുകൾ വഴി ഈശോയിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥന. അവിടുന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഈ എന്റെ കർത്താവും എന്റെ ദൈവവും എന്നേറ്റ് പറഞ്ഞ മാർവാലാഹ് എന്നേറ്റ് പറഞ്ഞ തോമാസ് ലീഹായിൽ നിന്ന് ആ അനുഭവം, ഉദ്ധിതനായ മിശിഹായെ കണ്ട ആ അനുഭവം, ആ സ്പർശിച്ച അനുഭവം, കേട്ട അനുഭവം, കണ്ട അനുഭവം നമ്മുടെ പൂർവികരോട് പങ്കുവെച്ച് ആ വിശ്വാസ തീക്ഷ്ണതയിൽ നമ്മുടെ പൂർവികരെ വളർത്തിയ ആ പിതാവിൽ നിന്ന്, ആ പിതാവിന്റെ മക്കൾ എന്നറിയപ്പെടുന്നതിന്, മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. പഴയ നിയമത്തിലെ 2 വായനകളിൽ, ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണെങ്കിലും ഏഷ്യാ നിവ്യായിൽ നിന്നുള്ളതാണെങ്കിലും
അവിടെ ദൈവം പറയുന്നത് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരോട്, അവിടുത്തെ സാബത്ത് ആചരിക്കുന്നവരോട്, അവിടുത്തെ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കുന്നവരോട് കൂടെ അവിടുന്ന് ഉണ്ടായിരിക്കുമെന്നാണ്. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുമെന്നാണ്. സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മെ അറിയുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവം അവൻ നമ്മുടെ വരും തലമുറകളോടും കരുണ കാണിക്കും, അനുഗ്രഹിക്കും, തന്റെ അരൂപിയെ നൽകുമെന്നെല്ലാം നൽകുന്ന വാഗ്ദാനമാണല്ലോ യേശയ്യാ നബിയായും പറയുന്നത്. ഈ വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ് തോമാ ശ്ലീഹായിൽ ഈശോ പൂർത്തിയാക്കിയത്. അവിടുന്ന് നമ്മോടും കാണിക്കുന്ന സ്നേഹത്തിന്റെ പ്രകാശനമാണിത്. അലക്സാണ്ട്രിയയിലെ സിറിൽ സഭാപിതാവ് പറയും, ദേവാലയത്തിന്റെ മുറിയുടെ വാതിൽ അടച്ചിരിക്കുകയാണ് ഈശോ അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടത്. നമ്മളും ദേവാലയത്തിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾക്കുള്ളിൽ നമ്മൾ ദേവാലയത്തിൽ ഒന്നിച്ചു ചേർന്നിരിക്കുമ്പോൾ ഉദ്ധിതനായ ഈശോ ഓരോ ഉത്ഥാന ദിവസവും ഞായറാഴ്ചയും നമ്മുടെ മധ്യയും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓരോ കുർബാന അർപ്പണത്തിലും അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടുന്ന് സ്പർശിക്കുവാൻ മാത്രം അനുവദിക്കുകയല്ല ചെയ്യുന്നത്, അവിടുന്ന് നമുക്ക് സ്വയം നൽകുകയാണ്, നമ്മുടെ ഭക്ഷണവും പാനീയവുമായി തീരുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ പാർശ്വത്തിലൂടെ, ഈ ബന്ധത്തിലൂടെ, പാർശ്വത്തോട് ചേർന്നുള്ള ആ ബന്ധത്തിലൂടെ, ഈശോയിലുള്ള വിശ്വാസത്തിലൂടെ, ഈശോയുടെ ആ തുറക്കപ്പെട്ട ഹൃദയം അത് യഥാർത്ഥത്തിൽ പിതാവിന്റെ പക്കലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വഴിയായി തീരുകയായിരുന്നു. ഈ മഹത്വീകൃതമായ ശരീരം, ഉത്ഥാനത്തിലൂടെ രൂപാന്തരപ്പെട്ട ആ ശരീരം, അത് നമുക്കുള്ള ഒരു വാതിലായി തീരുകയാണ് പിതാവിന്റെ പക്കലേക്ക്, അവിടുത്തോടൊത്തുള്ള ജീവിതത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക്, സ്വർഗഭാഗ്യത്തിലേക്ക്. അതുകൊണ്ടാണല്ലോ 20-ാം അധ്യായത്തിന്റെ അവസാനം 21-ാം അധ്യായം ഉണ്ടെങ്കിലും അവിടെ ഒരു കൺക്ലൂഷൻ, ഒരു സമാപന ഉപസംഹാരം പോലെ യോഹന്നാൻ പറയുകയാണ്, ഞാനിത് രേഖപ്പെടുത്തുന്നത് ഈശോ കർത്താവായ മിശിഹായാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുവാനും വേണ്ടിയാണ്. ആ ജീവൻ ഈശോയുടെ ജീവനാണ്, ദൈവത്തിന്റെ ജീവനാണ്. ഈശോ പ്രാപിച്ചിരിക്കുന്ന ആ ഉത്ഥാനത്തിന്റെ ജീവനാണ്. ആ ഉത്ഥാനത്തിന്റെ ജീവനിൽ പങ്കുചേരാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. തോമാ ശ്ലീഹായുടെ ആ വിശ്വാസ അനുഭവം, അതിന്റെ ആ അനുഭവ തീഷ്ണതയിൽ നമുക്കും ജ്വലിക്കുവാനും വളരുവാനും സാധിക്കണം. നമ്മുടെ കുർബാനയിൽ തോമാ ശ്ലീഹായുടെ ശിഷ്യന്മാരായ അദ്ദായിമാരെ നമുക്ക് കൈമാറിത്തന്ന ആ പ്രാർത്ഥനയിൽ എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് തോമാ ശ്ലീഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനത്തോടു കൂടിയാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമെന്ന് തോമാ ശ്ലീഹ പറഞ്ഞത് സമൂഹമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, സമൂഹം ഒറ്റക്കെട്ടായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ എന്നാണ് മൂലഭാഷയിൽ, സുറിയാനി ഭാഷയിൽ നമ്മുടെ പ്രാർത്ഥനകൾ, ശ്ലോസാകളെല്ലാം ആരംഭിക്കുന്നത്. അതിൽ കുറേയൊക്കെ നമുക്ക് പുനരുദ്ധരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് ആ ചൈതന്യം തോമാ ശ്ലീഹായോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ആ സത്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇത്രയ്ക്ക് കാര്യക്ഷമമായി ഫലപ്രദമായി നമ്മൾ പാശ്ചാത്യ പൗരസ്യ സഭകളിൽ ആഘോഷിച്ചിരുന്ന ഈ പുതുഞായർ ഈ അടുത്ത കാലത്ത് മറ്റു ചില തിരുനാളുകളുടെ പേരിൽ തമസ്കരിക്കപ്പെടുന്നത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. നമ്മെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായ ഈ തിരുനാള് പുതുഞായർ, തോമാ ശ്ലീഹായുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, അത് മറ്റൊരു ആഘോഷങ്ങൾക്കും, അത് മറ്റേതെങ്കിലും ഒരു ഭക്താഭ്യാസത്തിന്റെ പേരിൽ ഇത്ര പ്രേമപ്രധാനമായ ഈ പുതുഞായർ ഈ വിശ്വാസാഘോഷം, നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഘോഷണത്തിന്റെ ഈ ആഘോഷം ഒരു കാരണവശാലും തമസ്കരിക്കപ്പെടുവാൻ നമ്മൾ ഇടയാക്കരുത്. നമ്മുടെ വിശ്വാസം, മിശിഹാനുഭവം, തോമാ ശ്ലീഹായുടെ മിശിഹാനുഭവം, അത് നമുക്ക് പകർന്നു നൽകിയ ആ മിശിഹാനുഭവത്തിന്റെ ദിവസമാണിത്. ആ ദിവസം നമ്മെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നുള്ള ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും, അങ്ങനെ തോമാ ശ്ലീഹായോടൊപ്പം നീ എൻ്റെ കർത്താവ്, ഉത്ഥാനം ചെയ്ത കർത്താവ്, നമ്മുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന കർത്താവ്, നമുക്ക് ശരീരവും രക്തവും നമുക്കായി നൽകുന്ന കർത്താവ്, നമ്മുടെ ദൈവവും നമ്മുടെ കർത്താവുമാണ് എന്നുള്ള ആ സത്യം ശ്ലീഹായോട് നമുക്ക് പ്രഘോഷിക്കാം. അങ്ങനെ അവിടുന്ന് നൽകുന്ന ആ ജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനുള്ള അച്ചാരമായ പരിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിച്ചുകൊണ്ട്, അതിൽ പങ്കെടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് നമുക്ക് പാത്രീഭൂതരാകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.